ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ടിപ്സ് ബൈ ഹിബ. ഈ ഒരു വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഒരു 100 ഔട്ട് ഓഫ് 100 സ്കോർ ചെയ്യാൻ പറ്റാന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് എപ്പോഴും നമുക്ക് ഒരു മാർക്ക് കുറയുക അല്ലെങ്കിൽ ഗ്രേഡ് കുറയാനൊക്കെ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആൻസർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ യൂസ് കോട്ട്, അതായത് നമ്മൾ ഓരോ ചാപ്റ്ററിലെ 8 മാർക്കിന് 5 മാർക്കിനൊക്കെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ കോട്ട് എഴുതാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ എന്താ പറയുക, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണെന്ന് വിചാരിക്കുക. അത് നമുക്ക് CBSEയിലും സ്റ്റേറ്റിലും കോമൺ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കറിയാം അത് റോൾ ഓഫ് എ മദർ ആണ് അതിൽ കാണിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു കോട്ട് ഇതാണ് ഫസ്റ്റത്തേത് കേട്ടോ. ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ ചൈൽഡ് ഹു ബിലീവ്ഡ് ഇൻ ഹിംസെൽഫ് ഇസ് എ പാരന്റ് ഹു ബിലീവ്ഡ് ഫസ്റ്റ്. അപ്പോൾ അതൊന്ന് വായിക്കുന്ന ഒരു ടീച്ചർക്ക് മനസ്സിലാവാണ് ഈ കുട്ടിക്ക് ഹോൾ ചാപ്റ്റർ അറിയാം എന്നുള്ളത്. അപ്പോൾ ആ ഒരു കോട്ട് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂസ് കോട്ട്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ സബ്ജക്ട്സിനും എന്ത് ചെയ്യും? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കും. ഇംഗ്ലീഷിന് മാത്രമാണ് നമ്മളത് നോക്കാത്തത്. PYQ എന്തായാലും നോക്കണം കേട്ടോ. അതായത് നമുക്ക് ഗൂഗിളിൽ യൂട്യൂബിലൊക്കെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അതെന്ത് ചെയ്യണം? ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ചോദ്യങ്ങളൊക്കെയാണ് റിപ്പീറ്റേഷൻ ഇംഗ്ലീഷിന് വരുന്നില്ലെങ്കിലും ഇന്ന ക്വസ്റ്റ്യൻസ്, അതായത് ഇമെയിൽ റിപ്പീറ്റ് ചെയ്യും, പ്രൊഫൈൽ റിപ്പീറ്റ് ചെയ്യും, അങ്ങനെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ പ്രൊഫൈലിൽ ഇമെയിലൊക്കെ നമുക്കൊരു സെൻറ്റൻസ് എഴുതാനായിട്ട് കോമൺ ആയിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റർ ടു ദ എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫസ്റ്റ് ലൈൻ കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് തന്നെ പറ്റും. അത് ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോകണം. ഇപ്പോൾ ത്രൂ ദ എസ്റ്റീംഡ് കോളംസ് ഓഫ് യുവർ ന്യൂസ് പേപ്പർ ഐ വുഡ് ലൈക്ക് ടു ഡ്രോ യുവർ കറണ്ട് അറ്റൻഷൻ ടുവേർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് കാര്യം എന്നുള്ളത് അവിടെ എഴുതി ചേർത്താൽ മതി. സോ അപ്പോൾ നമ്മളൊരു 1 സെൻറ്റൻസ് കിട്ടി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ആൻസർ ഷീറ്റിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനിയും വേറെ ഏതെങ്കിലും സബ്ജക്ട്സിന് ടിപ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.